ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം തിരുവല്ലാമല ക്ഷേത്രവും അതുപോലെ കുത്തമ്പള്ളി കൈത്തറി മേഖലയും ഉൾപ്പെട്ട ഈ പ്രദേശത്ത് KSRTCയുടെ ബസ്സുകൾ വരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, കാരണം ഈ വന്നു കഴിഞ്ഞാൽ അവിടെ ബസ് പാർക്ക് ചെയ്യാനോ ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല. ഇപ്പോൾ അല്ലാതെ തന്നെ തിരുവനന്തപുരത്ത് നിന്നൊരു സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുവല്ലാമല ക്ഷേത്രത്തിലേക്ക് നേരിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഗുരുവായൂർ, പാലക്കാട്, മണ്ണാർക്കാട്, വടക്കാഞ്ചേരി എന്നീ ഡിപ്പോകളിൽ നിന്നും തിരുവല്ലാമല വഴി ധാരാളം KSRTC ബസ്സുകൾ പോകുന്നുണ്ട്. അതിലുപരിയായി ഈ മേഖല മുഴുവൻ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ KSRTC ബസ്സുകൾ കൂടി പ്രൈവറ്റ് ബസ്സായിട്ട് മത്സരിച്ച് നഷ്ടം ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പം KSRTC ഉള്ളത്. എങ്കിലും ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ അദ്ദേഹം ഈ ബസ് പാർക്ക് ചെയ്യാനും അതുപോലെ ബസ് ജീവനക്കാർ ഇപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്റ്റേ സർവീസുകൾ, ഡ്രൈവർ, കണ്ടക്ടർ എന്നിവർക്ക് കിടക്കാനുള്ള കട്ടിൽ, മെത്ത, ഫാനുള്ള മുറി, ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം KSRTC സ്റ്റേ ബസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് KSRTCക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ 11 ബസ്സുകളാണ് രാത്രിയിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ആശ്രമം ഒരുക്കി തന്നിരിക്കുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിലും ചർച്ചുകളിലും ഒക്കെ ഇതുപോലെ സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഇവിടെയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് അത്തരം ഒരു സൗകര്യം ഒരുക്കി തരാൻ MLA മുൻകൈ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം ബസ്സുകളെ പറ്റി ആലോചിക്കാവുന്നതാണ്. അതുകൂടാതെ ഈ ഇദ്ദേഹത്തിൻ്റെ സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കൈത്തറി മേഖല സന്ദർശിക്കാനും ക്ഷേത്രത്തിലേക്ക് പോകാനുമായിട്ട് ബഡ്ജറ്റ് ടൂറിസം ഓപ്പറേഷൻസ് ആരംഭിക്കുവാൻ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം വിഭാഗത്തിന് നിർദ്ദേശം കൊടുക്കുന്നതായിരിക്കും. അതുകൂടെ ധാരാളം ആളുകൾക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക്, ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്.